സഹോദരങ്ങളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ഫേവറേറ്റ് അച്ചാർ ബീട്രൂട്ട് മിക്സ്ഡ് അച്ചാറാണ്. ഇത് നമ്മുടെ ഒരു 10 വർഷം മുമ്പേ നമ്മൾ കല്യാണ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവെക്കാം. ആൾ പറയും ഈ അച്ചാർ ഉണ്ടാക്കി കൊണ്ടുവരണം. പിന്നെ അതിൽ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. പിന്നെ കമ്പനിക്കാർ ഈ അച്ചാർ ലാട്ടിന് സാധനം ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവരിറക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിത് പൂരെ അങ്ങ് നിർത്തിയതാണ്. അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 700 ഗ്രാം ബീട്രൂട്ട്, 300 ഗ്രാം ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 200 ഗ്രാം ഈത്തപ്പഴം. അത് നമ്മൾ സിർക്കയിൽ പൊതിർത്തി അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യണം, പൊതിർത്ത് വെക്കണം, അല്ലെങ്കിൽ കത്തിക്ക് പണി കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ കുരു കളയണം. കുരു കളഞ്ഞിട്ടില്ലെങ്കിലും കത്തി നോക്കണ്ട, കുരു മാത്രം നോക്കിയാൽ മതി അതിൽ. അപ്പോൾ അതിൽ നമ്മളൊരു 50 ഗ്രാം ഉണക്കമുന്തിരി, പച്ചമുന്തിരിയും ചേർക്കാറുണ്ട്. പച്ചമുന്തിരി നമ്മൾ അത് 4 പീസാക്കി ഇടാറാണ് പതിവ്. ഇത് ഉണക്കമുന്തിരി അതിലിട്ട് കഴിഞ്ഞാൽ ഇന്ന് അച്ചാറിട്ട നാളേക്ക് മുന്തിരി പൊങ്ങി വരും. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് അച്ചാർ പൊടിയും ഉപ്പും ചേർക്കേണ്ടിയുണ്ട്. ഒരു 8 പച്ചപ്പറങ്കി, കാരണം ഇതിൽ പച്ചപ്പറങ്കിയുടെ എരിവ് മാത്രമേ ഉണ്ടാവൂ. എരിവാന്നല്ല അച്ചാറിന് വേണ്ടത്, എരിവ് ഉപ്പും പുളിയും. അപ്പോൾ അതുകൊണ്ട് ഒരു 8 പച്ചപ്പറങ്കി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 6 പച്ചപ്പറങ്കി മതി. ഓക്കെ. ഇൻഷാ അല്ലാഹ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി. നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. മൊത്തം ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒന്ന് അടുപ്പിച്ച് വേണം ക്യാമറ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ അരച്ച ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ. അത് വണ്ടി തിരിക്കാൻ വേണ്ടി കുറച്ച് സിർക്ക കൊടുത്ത് അത് നേർക്ക് കഴുകിയെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ മിക്സിയൊക്കെ കഴുകി അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോതിൽ ഒരു ഉപ്പ് നിങ്ങളൊരു 5 ടീസ്പൂൺ ഇട്ടോ. നമ്മളൊരു അളവിലിട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനിട്ടോ. ഓക്കെ. വാലേക്കും അസ്സലാം. ഇപ്പം വരാ, ഒരു മിനിറ്റാ. നമ്മളെ വ്യാപ്പിള വന്നിട്ടുണ്ട്. വ്യാപ്പിളിൻ്റെ ഓളാന്ന് ക്യാമറാമാൻ. അപ്പൊ സിർക്ക അതിൻ്റെ ആ കണക്കിന് ഒഴിക്കുക. എന്നിട്ട് അതിൽ അച്ചാർ പൊടി ചേർക്കുക. ഒരു 4 ടീസ്പൂൺ അച്ചാർ പൊടി ചേർക്കുക. നമ്മൾ ആ ഉണക്ക മുന്തിരി അതിൽ ചേർക്കുക. ഒരു 10 കറിവേപ്പില കൂടി ചേർക്കണം. അച്ചാറ് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പോകുന്നില്ലേ നമ്മുടെ സഹോദരങ്ങൾക്ക്? ഒരു 10 കറിവേപ്പില മുറിച്ചിടണം, അതിലേക്ക് അരിഞ്ഞിടണം. കൊണ്ടമോളെ നീ വെള്ളം കൊടുത്തോ. ഞാൻ വരുന്നേ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കേണ്ട എളുപ്പ വഴി കണ്ടില്ലേ എങ്ങനെയാണ്? സത്യത്തിൽ മിക്സിങ് ഞാൻ പറയുന്നത് ഈ 15 മിനിറ്റ് കൊണ്ട് ബീഫ് ബിരിയാണിയൊക്കെ പറയുന്നത് കട്ടിങ് വെട്ടിങ് ഒന്നും ആ ടൈമിങ്ങിൽ കൂട്ടുന്നില്ല കേട്ടോ. അതെല്ലാം ചെയ്തതിന് ശേഷമുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം 5 മിനിറ്റേ വേണ്ടു. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അച്ചാർ റെഡിയാണ്. അതിൽ കറിവേപ്പില കൂടി ഇടുന്നുണ്ട്.
പിന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ അച്ചാറിൽ കെമിക്കലുകളൊന്നും ചേർക്കൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അച്ചാർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളം തട്ടാൻ പാടില്ല. നമ്മൾ ഒരു ബോട്ടിലാക്കിയാൽ അത് ഉപയോഗിക്കുന്ന സ്പൂണ് പോലും വെള്ളമുള്ള സ്പൂൺ അതിലേക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ മുകളിലേക്ക് ഇത് പോവില്ല. അപ്പോൾ കെമിക്കൽ ചേർക്കാത്തത് കൊണ്ടാണ് അക്കാര്യം പറയുന്നത്. നമ്മളെല്ലാം ഇതുപോലെ ഒറിജിനലാണ്. അപ്പോൾ നമ്മുടെ ആ കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന അച്ചാർ സെറ്റാവും. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ഉപ്പും മുളകെല്ലാം നോക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് നോക്കുന്നത് ഭയങ്കര ഹരയല്ലേ കാണാൻ. ഞാനത് നോക്കിത്തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ അച്ചാർ കണ്ടില്ലേ, നമ്മുടെ ഫേവറേറ്റ് അച്ചാറാണ് ഇത്. അച്ചാർ എല്ലാത്തിനെ കൊണ്ടുണ്ടാക്കും, പക്ഷേങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും ഫേവറേറ്റായ അച്ചാർ നമ്മുടെ ഈ പറയുന്ന നെയ്ച്ചോറ് ഇറച്ചി ആയാലും ഈ മിക്സഡ് അച്ചാറിനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക, അവർക്ക് കൂടി ഒരു അറിവ് കിട്ടട്ടെ. കാരണം ചില ആൾക്കാരുണ്ട് കിട്ടിയത് നമുക്ക് മാത്രം തിന്നാന്ന് പറയുന്ന ഒരു ഉദ്ദേശം, അത് വേണ്ട, എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ നമുക്കും ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യും. ഏതായാലും നമ്മൾ അതിന്റെ ടേസ്റ്റ് നോക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. ഒന്ന് നോക്കട്ടെ, എനിക്ക് പിന്നെ ഇത് അങ്ങനെ പറ്റില്ല, ഒരു നെഞ്ചരിച്ചലിന്റെ പ്രശ്നമുള്ളത് കൊണ്ട്. എന്നാലും നോക്കാം. ഞെട്ടിയ സാധനം പൊളിച്ചോളണം.